Going to 4 criterion for I is equal to idea generated by g of x. അപ്പോൾ നമുക്കൊരു പോളിനോമിയൽസിൻ കൊണ്ടുള്ള ഒരു ഐഡിയൽ ഉണ്ട്. ആ ഐഡിയലിനെ നമ്മൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അതിൽ തന്നെ ഏതെങ്കിലും ഒരു പോളിനോമിയൽ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലായിട്ട് എഴുതണമെങ്കിൽ ആ പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ഐ എ നോൺ സീറോ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആൻ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് എന്ന് പറയുന്നൊരു ഫീൽഡ്, ഐ എന്ന് പറയുന്നൊരു നോൺ സീറോ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഉണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഓഫ് എക്സ് ഈസ് എ നോൺ സീറോ പോളിനോമിയൽ ഓഫ് മിനിമം ഡിഗ്രി. അങ്ങനെ ഒരു അതിലെ തന്നെ ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലായിട്ട് നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ എഴുതാൻ പറ്റുമെങ്കിൽ ആ പോളിനോമിയൽ എന്ന് പറയുന്ന ഐയിലെ ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള പോളിനോമിയലായിരിക്കും. ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ്. അപ്പോൾ ആ ചാപ്റ്റർ 16 അവിടെ തീരുകയാണ്. അതിൻ്റെ പ്രൂഫില്ല, അതുകൊണ്ടാണ് പ്രൂഫ് എഴുതിയിട്ടില്ലാത്തത്. നെക്സ്റ്റ് ചാപ്റ്റർ ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ് ആണ്, ചാപ്റ്റർ 17 ആണ്. ഡെഫിനിഷൻ, ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ്, റെഡ്യൂസിബിൾ പോളിനോമിയൽസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഫാക്ടറൈസേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ അറിയണം. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണ്, റെഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണ്. Let D be an integral domain. A polynomial f of x from d of x that is neither the zero polynomial nor a unit in d of x is said to be irreducible over d if whenever f of x is expressed as a product of f of x is equal to g of x into h of x with g of x and h of x from d of x, then g of x or h of x is a unit in d of x. A non-zero non-unity element of d of x that is not irreducible over d is called reducible over d. നോക്കാം, d എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ ഡൊമെയിനാണ്. എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഫ്രം ഡി ഓഫ് എക്സ്. ഡി ഓഫ് എക്സിനകത്ത് ഡി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോളിനോമിയൽസിൻ്റെ റിങ്ങാണ്. അതിൽ വരുന്ന കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഡി എന്നുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഡി എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ ഡൊമെയിനാണ്. ഒരു പോളിനോമിയൽ ഡി എഫ് എക്സിനകത്ത് നിന്ന് എഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുത്തു. ദാറ്റ് ഈസ് നെയ്തർ ദ സീറോ പോളിനോമിയൽ നോർ എ യൂണിറ്റ് ഇൻ ഡി ഓഫ് എക്സ്. അതൊരു സീറോ പോളിനോമിയൽ അല്ല, യൂണിറ്റും അല്ല. ഈ സെഡ് ടു ബി ഇറഡ്യൂസിബിൾ ഓവർ ഡി. അതിന് ഇറഡ്യൂസിബിൾ ഓവർ ഡി എന്ന് പറയണമെങ്കിൽ ഇഫ് വെനെവർ എഫ് ഓഫ് എക്സ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് വിത്ത് ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഫ്രം ഡി ഓഫ് എക്സ്, then g of x or h of x is a unit in d of x. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ നമ്മൾ രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതുകയാണ്. ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സും ഡി ഓഫ് എക്സിലുള്ളതാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജി ഓഫ് എക്സോ എച്ച് ഓഫ് എക്സോ ദെൻ ജി ഓഫ് എക്സ് ഓർ എച്ച് ഓഫ് എക്സ് ഈസ് എ യൂണിറ്റ് ഇൻ ഡി ഓഫ് എക്സ്. നമ്മളിവിടെ ആദ്യം പറഞ്ഞെന്താ, ഇറഡ്യൂസിബിൾ എന്ന് പറയണമെങ്കിൽ നമ്മളൊരു പോളിനോമിയലിനെ ഇങ്ങനെ ഫാക്ടറൈസ് രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതുമ്പം അതിലൊന്ന് ഒരു യൂണിറ്റ് ആയിരിക്കണം. അങ്ങനെയല്ല, യൂണിറ്റ് അല്ലാതെ രണ്ടെണ്ണമായിട്ട് എഴുതുമ്പോൾ രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതുമ്പോഴാണ് നോട്ട് ഇറഡ്യൂസിബിൾ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ ഒരു യൂണിറ്റും ഒരു പോളിനോമിയലും അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്ന് വെച്ചാൽ, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ വരിക. യൂണിറ്റുകളെല്ലാം കോൺസ്റ്റൻറ്റുകളെ വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ പോളിനോമിയൽസിന് ഇൻവേഴ്സ് ഇല്ല, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഡി എഫ് എക്സിനകത്ത്. അപ്പോൾ ഇവിടെ യൂണിറ്റുകൾ എന്ന് പറയുമ്പം നമുക്ക് വരുന്ന കോൺസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് ഇൻറ്റു ഒരു പോളിനോമിയൽ ആ ഫോമിൽ എഴുതാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയും. അങ്ങനെ അല്ല എങ്കിൽ അതിനെ നോട്ട് ഇറഡ്യൂസിബിൾ ഓവർ ഡി എന്ന് പറയും, അല്ലെങ്കിൽ റെഡ്യൂസിബിൾ എന്ന് പറയും. ദ പോളിനോമിയൽ 2 × x² + 4 ഈസ് ഇറഡ്യൂസിബിൾ ആണ് പക്ഷേ ഓവർ ക്യൂ, ബട്ട് റെഡ്യൂസിബിൾ ഓവർ ഇസഡ് ആണ്. കാരണം എന്താ, സിൻസ് 2 × x² + 4 ഈസ് ഈക്വൽ ടു 2 × x² + 2 ഇങ്ങനെ നമുക്ക് എഴുതാം. ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്യൂവിനകത്തിൽ അതൊരു യൂണിറ്റാണ്. കാരണം 1/2 അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അവിടെ ഉണ്ട്, അതുകൊണ്ട് അതൊരു യൂണിറ്റാണ്. പക്ഷേ 2 എന്ന് പറയുന്ന ഇസഡിനകത്തല്ല, ഇസഡ് ഓഫ് എക്സിനകത്തിൽ അതെന്തല്ല, യൂണിറ്റ് അല്ല. കാരണം 1/2 എന്ന് പറയുന്ന ഇസഡിനകത്തിലില്ല. അതുകൊണ്ട് ഇസഡ് ഓഫ് എക്സിലെ ഒരു പോളിനോമിയലായ 2 ഇൻറ്റു മറ്റൊരു പോളിനോമിയലായ x² + 2 കൊണ്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇസഡ് ഓഫ് എക്സിനകത്തുള്ളത് എന്താണ്, നമുക്ക് റെഡ്യൂസിബിൾ ആണ്.
അടുത്ത എക്സാമ്പിൾ, ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 4 ഇറഡ്യൂസിബിൾ ഓവർ ആറാണ്, പക്ഷേ റെഡ്യൂസിബിൾ ഓവർ സി യു ആണ്. 2 ഇൻറ്റു അത് ഇതേപോലെ തന്നെ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 2 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇൻ ആറാണ്, അതുകൊണ്ട് അത് അവിടെ എന്താണ്, പിന്നെ 2 യൂണിറ്റ് ആയതുകൊണ്ട് ഇറഡ്യൂസിബിളാണ്. പക്ഷേ സിക്കകത്ത് നമുക്ക് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ പ്ലസ് 4നെ അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് ഇതിനെ എഴുതാമല്ലോ. അപ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നുള്ളതിനെ നമുക്ക് എക്സ് മൈനസ് റൂട്ട് 2i ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് 2i എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് റെഡ്യൂസിബിൾ ഓവർ സി ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ 3, ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ബട്ട് റെഡ്യൂസിബിൾ ഓവർ ആർ. ഇത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചേ പറ്റുള്ളൂ. പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന്, എക്സ് പ്ലസ് റൂട്ടിൻ്റെ എക്സ് മൈനസ് റൂട്ട് എന്ന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ റൂട്ട് എന്ന് പറയുന്നത് എക്സ് പ്ലസ് റൂട്ട് എന്ന് പറയുന്ന പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയലല്ല, കാരണം റൂട്ട് ക്യൂവിലില്ല. അതുകൊണ്ട് തന്നെ അത് എക്സ് സ്ക്വയർ മൈനസ് 2 അങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ ക്യൂ ഓഫ് എക്സിൽ പറ്റത്തില്ല. അതുകൊണ്ട് ഓവർ ക്യൂവിൽ ഇത് ഇറഡ്യൂസിബിളാണ്. പക്ഷേ റൂട്ട് എന്ന് പറയുന്ന ആറിലുള്ളതായതുകൊണ്ട് എക്സ് പ്ലസ് റൂട്ട് ഉണ്ട് എക്സ് മൈനസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആറിലത് ഒരു ഫാക്ടറൈസേഷനാണ്, അതുകൊണ്ട് പിന്നെ റെഡ്യൂസിബിളാണെന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ 4, ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഇറഡ്യൂസിബിൾ ഓവർ Z3 ബട്ട് റെഡ്യൂസിബിൾ ഓവർ Z5. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 1 നമ്മൾ Z3യിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത തിയറം പറയുവേ. തിയറം 17.1 പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. റെഡ്യൂസിബിലിറ്റി ടെസ്റ്റ് ഫോർ ഡിഗ്രി 2 and 3, ഡിഗ്രി 2 or 3 ഉള്ളതിൻ്റെ റെഡ്യൂസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണെന്ന്. Let f be a field. If f of x belongs to f of x and dig f of x is 2 or 3, then f of x is reducible over f if and only if f of x has a 0 in f. f ഒരു ഫീൽഡ് എന്ന് വിചാരിക്കുക, എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ആൻഡ് ഡിഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് റെഡ്യൂസിബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഒൺലി ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ 0 ഇൻ എഫ്. സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റെഡ്യൂസിബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഒൺലി ഇഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഹാസ് എ 0. അപ്പം 2-3 ഡിഗ്രി ഉള്ള പോളിനോമിയൽ റെഡ്യൂസിബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ പോളിനോമിയലിന് ഓവർ ഏത് ഫീൽഡിലാണ് നമ്മൾ നോക്കുന്നത്, അവിടെ ഒരു 0 ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം തൊട്ട് മുകളിൽ കണ്ട എക്സ് സ്ക്വയർ പ്ലസ് 1 ഓവർ Z3 ഓവർ Z5 നമ്മൾ നോക്കിയല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 1ന് Z3യിൽ സീറോസ് ഒന്നും ഇല്ല. Z3യിലെ ആൾക്കാർ ഏതൊക്കെയാണ്, 0, 1, 2. 0 കൊടുത്താലും 1 കൊടുത്താലും 2 കൊടുത്താലും എന്താ ഇതിനകത്ത് നമുക്ക് 0 കിട്ടത്തില്ല. അതുകൊണ്ടിത് ഇറഡ്യൂസിബിളാണ്. അതേസമയം Z5-നകത്തിൽ നമുക്കത് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3, 9, 1, 10 കിട്ടും. എന്ന് വെച്ചാൽ Z5-ൽ 0 കിട്ടും. അതായത് 3 എന്ന് പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് ഒരു റൂട്ടാണെന്ന് കിട്ടും Z5-നകത്തിൽ. അപ്പോൾ അതെന്തായി, റെഡ്യൂസിബിളായി ബൈ താഴെ പറഞ്ഞിരിക്കുന്ന തിയറം. അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് വെയർ ബോത്ത് ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ആൻഡ് ഹാവ് ഡിഗ്രീസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിനെ രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതിയിരിക്കുന്നു. എഫ് ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലുള്ളതാണ്. അതിൻ്റെ ഡിഗ്രീസ് ഈ എഫ് ഓഫ് എക്സിനേക്കാളും ചെറിയ ഡിഗ്രീസുമാണ്. ഇനി ഡിഗ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ രണ്ടെണ്ണത്തിൻ്റെ ഡിഗ്രിയുടെ സമ്മാണല്ലോ. ഡിഗ് ജി എഫ് എക്സ് പ്ലസ് ഡിഗ് എച്ച് ഓഫ് എക്സ് ആൻഡ് ഡിഗ് എഫ് ഓഫ് എക്സ് ഈസ് 2 or 3. ഡിഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 or 3 ആണ്. നമ്മൾ അതിൻ്റെ കാര്യം മാത്രമേ ഈ തിയറത്തിൽ നോക്കുന്നുള്ളൂ. അപ്പം 2-3 ഡിഗ്രി ഉള്ളത്, അറ്റ്ലീസ്റ്റ് 1 ഓഫ് ജി എഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഹാസ് ഡിഗ്രി 1. ഇപ്പോൾ 2 ഡിഗ്രി വന്നാലും 3 ഡിഗ്രി വന്നാലും ഒന്നുകിൽ ജി ഓഫ് എക്സിന് 1 ഡിഗ്രി വരണം, അല്ലെ എച്ച് ഓഫ് എക്സിന് 2 ഡിഗ്രി, അല്ലെ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും 1 ഡിഗ്രി വെച്ചിട്ട്, അല്ലേ ഏതെങ്കിലും ഒന്നിൻ്റെ ഡിഗ്രി 1 വരും. അപ്പോൾ ജി ഓഫ് എക്സ് ഡിഗ്രി 1 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു ജനറൽ ഫോമായി നമ്മൾ എ എക്സ് പ്ലസ് ബി എന്ന് എഴുതി. ദെൻ ക്ലിയർലി മൈനസ് എ ഇൻവേഴ്സ് ബി ഈസ് എ 0 ഓഫ് ജി ഓഫ് എക്സ്. അപ്പം മൈനസ് എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് ജി ഓഫ് എക്സിൻ്റെ ഒരു 0 ആണ്. നമ്മൾ ജി ഓഫ് എക്സിനകത്ത് മൈനസ് എ ഇൻവേഴ്സ് ബി എക്സിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു മൈനസ് എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, മൈനസ് ബി പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. മൈനസ് എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് 0 ഓഫ് ജി ഓഫ് എക്സ് ആണ്. ആൻഡ് ദെയർ ഫോർ എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ആസ് വെൽ. ജി ഓഫ് എക്സിൻ്റെ ഒരു 0 ഈ പറഞ്ഞിരിക്കുന്ന മൈനസ് എ ഇൻവേഴ്സ് ബി. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സിൻ്റെയും 0 കാരണം എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ് ജി ഓഫ് എക്സ്.
ഇനി അപ്പോൾ ഒരു 0 ഉണ്ടെന്ന് കിട്ടിയേ. ഇനി തിരിച്ച് കോൺവേഴ്സ് പാർട്ട് ചെയ്യാനായിട്ടും ഒരു 0 ഉണ്ടെന്ന് വിചാരിക്കുക. f(a) = 0 ആവുന്ന രീതിയിൽ ഒരു 0 ഉണ്ട്. ദെൻ ബൈ ദ ഫാക്ടർ തിയറം x - a എന്ന് പറയുന്ന ഫാക്ടർ ഓഫ് f(x) ആയിരിക്കും. ആൻഡ് ദെയർഫോർ അങ്ങനെ ഒരു ഫാക്ടർ നമുക്ക് കിട്ടി. അപ്പം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. f(x) ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ f. ഇതിനകത്തുള്ള ഔട്ട് വല്ലതും കൊണ്ട് ചോദിക്കണേ.